ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ 2ാം സമ്മേളന ദിനത്തിലും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുന്നു. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് എൻഡിഎ. കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് പ്രതിപക്ഷം. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ പ്രത്യേക സംഘം 5 കേസുകൾ ഏറ്റെടുത്തു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം. കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും നേരിടും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ 2ാം സമ്മേളന ദിനമായ ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൌഹാൻ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 266 എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ മറ്റന്നാൾ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ രാജ്യസഭാ സമ്മേളനത്തിനും തുടക്കമാകും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. 18ാം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് എൻഡിഎ. മാവേലിക്കരയിൽ നിന്നുള്ള എംപി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു. നാളെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ പ്രത്യേക സംഘം ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 കേസുകൾ ഏറ്റെടുത്തു. ഗുജറാത്ത്, ബീഹാർ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഓരോ കേസും രാജസ്ഥാനിൽ നിന്ന് 3 കേസുകളുമാണ് സിബിഐ ഏറ്റെടുത്തത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസ് കൂടി സിബിഐ ഏറ്റെടുക്കുമെന്നാണ് സൂചന. ഇന്നലെയാണ് കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചത്. ഈ മാസം 4-ന് നീറ്റ് യുജി ഫലം പ്രഖ്യാപിച്ചപ്പോൾ 720 മാർക്ക് നേടി 67 വിദ്യാർത്ഥികൾ ഒന്നാമതെത്തിയതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തുവന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്നലെ ചേർന്നു. നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ആശങ്ക അകറ്റുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് യോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സമിതി തലവനും ISRO മുൻ ചെയർമാനുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്ത് ഫലപ്രദമായതും കുറ്റമറ്റതും വിദ്യാർത്ഥി സൌഹൃദവുമായ പരീക്ഷാരീതി കൊണ്ടുവരാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. And the first priority for us is to elicit from the students and parents of this country their concerns and their suggestions. We are going to engage with them as far as possible in person or through the electronic media. And in the next fortnight, we like to consolidate this. The next priority for us is to build quickly a robust system for starting the tests. We are also looking at the future, especially to develop in this country a robust system, a tamper-proof system, the system with zero error, and a system that will lessen the difficulties and stress for the students with adequate flexibility built into it. രാജ്യത്തെ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് UGC ചെയർമാൻ മമിതാല ജഗദേഷ് കുമാർ. മത്സര പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് UGC ചെയർമാൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1975-ലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരവർപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ച ഭരണഘടനാ ലംഘനങ്ങളും മൂല്യശോഷണവും ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികമാണ് ഇന്ന്. 64ാമത് ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ശില്പശാല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്ഘാടനം ചെയ്തു. പഞ്ചസാര, ജൈവ ഇന്ധന മേഖലകളിലെ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിരോധിത മാവോയിസ്റ്റ് ഗ്രൂപ്പായ ത്രിതിയിൽ പ്രവർത്തിക്കുന്ന 7 പേർ ജാർഖണ്ഡിലെ ലത്തേഹാർ ജില്ലയിൽ അറസ്റ്റിലായി. ഇച്ചാബറിൽ കസ്റ്റഡിയിലെടുത്ത ഇവരിൽ നിന്ന് നാടൻ തോക്കുകളും ലഘുലേഖകളും പിടിച്ചെടുത്തു.
കെനിയയെ മുഖ്യ നാറ്റോ ഇതര കക്ഷിയായി പ്രഖ്യാപിച്ച് അമേരിക്ക. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ കഴിഞ്ഞ മാസം അമേരിക്ക സന്ദർശിച്ചപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. US നിയമപ്രകാരം വിദേശ പങ്കാളികൾക്ക് പ്രതിരോധ, വ്യവസായം, സുരക്ഷാ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദവിയാണിതെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പത്രികയിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷത്തു നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സംബന്ധിച്ച നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ അംഗത്തിന് വിഷയം സബ്മിഷനായി സഭയിൽ അവതരിപ്പിക്കാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെ സ്പീക്കർ മറ്റു സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. വെള്ളിയാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിലെത്തിയത്. അതേസമയം ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 8 റൺസ് ജയം നേടിയ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതോടെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. വ്യാഴാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ബിയിൽ നിന്ന് നോക്കൌട്ട് ഘട്ടത്തിൽ സ്ഥാനം ഉറപ്പിച്ച് സ്പെയിനും ഇറ്റലിയും. അൽബേനിയയെ 1-0 തോൽപ്പിച്ചാണ് സ്പെയിൻ 3ാം വിജയം നേടിയത്. അതേസമയം ക്രൊയേഷ്യയോട് ഇറ്റലി 1-1 സമനില വഴങ്ങിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിൽ നോക്കൌട്ടിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് പോളണ്ടിനെയും നെതർലൻഡ്സ് ഓസ്ട്രിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ ഡെൻമാർക്ക് സെർബിയയുമായി ഏറ്റുമുട്ടും. JDU ദേശീയ എക്സിക്യൂട്ടീവ് സമിതി പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം ചർച്ച ചെയ്യുന്നതോടൊപ്പം വരും വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികളും ചർച്ചയാകാനും നിർണായക തീരുമാനങ്ങൾക്കും സാധ്യത. ഇന്ന് അന്താരാഷ്ട്ര നാവിക ദിനം. ലോകമെമ്പാടുമുള്ള സമുദ്രസഞ്ചാരികൾ അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും നൽകിയ അതുല്യമായ സംഭാവനകൾ കണക്കിലെടുത്താണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നാവിക മേഖലയെ സുരക്ഷിത തൊഴിലിടമാക്കി മാറ്റുന്നതിൽ നാവികരുടെ പ്രാധാന്യമാണ് ഇത്തവണത്തെ ദിനാചരണം ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 230 പോയിന്റ് ഉയർന്ന് 77,582-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 52 പോയിന്റ് നേട്ടത്തിൽ 23,590-ലും വ്യാപാരം തുടരുന്നു. LIC പോളിസികൾ സറണ്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിൽ വിശദീകരണവുമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. പോളിസികൾ സറണ്ടർ ചെയ്യുന്നതിന് പകരം നിലവിലുള്ള പോളിസി ഉടമകളുടെ കൈവശമുള്ള പോളിസികൾ ഏറ്റെടുക്കുമെന്ന തരത്തിൽ ചില സ്ഥാപനങ്ങൾ പ്രചാരണം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനവുമായോ അവർ വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളുമായോ LICക്ക് ബന്ധമില്ലെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി. ഇത്തരം പ്രചാരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും LIC പോളിസി ഉടമകളോട് അഭ്യർത്ഥിച്ചു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി CRPF ജവാൻ R. വിഷ്ണുവിന്റെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചു. കുടുംബ വീട്ടിലും നന്ദിയോട് ജംഗ്ഷനിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. കേരളത്തിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചർച്ച നടത്തുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ 2ാം സമ്മേളന ദിനത്തിലും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുന്നു. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് NDA. കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് പ്രതിപക്ഷം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI പ്രത്യേക സംഘം 5 കേസുകൾ ഏറ്റെടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം. കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.